മെമ്മറി കാർഡ് കാണാതെ പോയതിന്റെ പിന്നിൽ അട്ടിമറിയുണ്ടെന്നും ആ അട്ടിമറിക്ക് നേതൃത്വം കൊടുത്തത് റഹീമാണ് എന്നും തുറന്നു പറയുന്നു. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ, എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? വിനാശകാല വിപരീത ബുദ്ധി എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കിയിരിക്കുകയാണ് എ റഹീം MP. അതിനിടെയാണ് ഈ ബസ്സിലെ കണ്ടക്ടർക്കും CPM രാജ്യസഭാംഗത്തിനും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കപ്പെടുന്നത്. തന്റെ അയൽവാസിയാണ് ഈ കണ്ടക്ടർ എന്ന് റഹീം തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇതോടെ ആ മെമ്മറി കാർഡ് ഒളിപ്പിച്ചത് യദുവാകാനുള്ള സാധ്യത കുറവാണ്. ബസ്സിലെ മോഷണം ബോധപൂർവം തന്നെയെന്ന ചർച്ചയും ഉയരുന്നുണ്ട്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? നീ കയറിയേക്കോ? അതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. DYFIയുടെ ദേശീയ പ്രസിഡന്റാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കണ രാജ്യസഭ MP ആണ്, എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. CPMന്റെ സൈബർ കുഞ്ഞുങ്ങളുടെ ഇഷ്ടനായകനാണ്. വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു അധ്യാപികയുടെ തലമുടി വലിച്ചു പറിച്ച് അവരുടെ ചെവിയിൽ പച്ചത്തെറി പറഞ്ഞതിന്റെ പേരിൽ പോലീസ് എടുത്ത കേസ് അട്ടിമറിക്കാൻ അധികാരത്തിന്റെ ഹുങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ പക്ഷപാതിയാണ്. എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. റഹീമാണ് എന്നും തുറന്നു പറയുന്നു. ഡ്രൈവറുടെ ഭാഗത്താണ് തെറ്റ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി റഹീമും കൂടി ഇടപെട്ടു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യം. എങ്ങനെയാണ് മെമ്മറി കാർഡ് കാണാതെ പോയത് എന്ന് ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിൻസെന്റ് പറയുന്നത് ബസ്സിലെ കണ്ടക്ടർ റഹീമിന്റെ നാട്ടുകാരനും പാർട്ടിക്കാരനുമാണ്. തട്ടിപ്പാണല്ലേ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച്. സംഭവം ഉണ്ടായപ്പോൾ തന്നെ കണ്ടക്ടർ റഹീമിനെ വിളിക്കുന്നു. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക, അവന്മാര് പത്രത്തിലിടാൻ. ഈ വെളിപ്പെടുത്തലോടെ മെമ്മറി കാർഡ് അട്ടിമറിയുടെ പിന്നിൽ ആരെ എന്ന സംശയം ദൂരീകരിക്കപ്പെട്ടു. നീ എന്താണ് നാട് വിടാൻ പോണാ? നാട് വിടാൻ പോവാ, അതിനെ ഈ പാക്ക് ചെയ്തത്. റഹീം എന്ന DYFI നേതാവ് കണ്ടക്ടറെ ഉപയോഗിച്ചുകൊണ്ട് സച്ചിൻ ദേവ് MLAയെയും മേയറെയും രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ അട്ടിമറിയാണ് ഇതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഞാൻ എന്തൊക്കെയാ കാട്ടിക്കുട്ടിയത്? എനിക്കിനി വേണ്ട ഈ മെയ്യാഭരണം. ആകെ ഉണ്ടായിരുന്നത് ഇങ്ങനെയൊരു ബന്ധം റഹീമും കണ്ടക്ടറും തമ്മിലുണ്ടോ എന്നത് സ്ഥിരീകരിക്കുകയാണ്. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ, മനസ്സ് നിറയിപ്പോ സന്തോഷ. പത്രസമ്മേളനത്തിൽ ഒരു മടിയുമില്ലാതെ റഹീം അത് സ്ഥിരീകരിച്ചു. എന്നെ അർദ്ധരാത്രിയിൽ കണ്ടക്ടർ വിളിക്കുന്നുണ്ട്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. എടി തങ്കി, ഒരു 5-6 ഏലസും കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്. ഇവനെ ദൃഷ്ടിപ്പെടും, അത്രയ്ക്ക് ബുദ്ധിയാ. ജീൻസ് സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. ഗുഡ് നൈറ്റ്.